പ്രശ്നം? നീ രാത്രികാലങ്ങളിൽ തോണ്ടാൻ വന്നപ്പോ ഞാനതിന് നിന്ന് തന്നില്ല. ഇതിനകത്ത് കിടപ്പുണ്ട് സണ്ണി, ഇതിനകത്ത് കിടപ്പുണ്ട് സണ്ണി. പല തവണ വന്ന് താൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പതിവ് പോലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ ആളുകൾക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് കൂടെ ചെയ്തേക്കാം. അത്ര വിചിത്രമായ സംഭവം ഒന്നും പറയുന്നില്ല. സാധാരണ അയൽവക്കങ്ങളുള്ള എല്ലാ സ്ഥലങ്ങളും നടക്കുന്ന തന്നെയാണ് അയൽവാസികളുമായിട്ടുള്ള തർക്കങ്ങൾ. പക്ഷേ ഇങ്ങനെയുള്ള തർക്കങ്ങൾ അതിരുവിടുന്ന സമയത്ത് പല രീതിയിലുള്ള ഉപദ്രവങ്ങളും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സാധ്യതയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഈ ഒരു വീഡിയോയില് ഈ സ്ത്രീയുടെ ഈ ഒരു ഒറ്റ വീഡിയോ ക്ലിപ്പ് മാത്രം കണ്ടിട്ട് അവരെ വിമർശിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ഭാഗം എന്താണെന്നൊന്ന് കേൾക്കാൻ തയ്യാറാവുക പോലും ചെയ്യാതെ അവർക്കെതിരെ തെറ്റായ അലിഗേഷൻസ് പറഞ്ഞ് പരത്തുകയാണ്. ഏതൊരു സ്ത്രീയും കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാകുമ്പോൾ വേഗം എടുത്തിടുന്നത് മറ്റേ വിക്ടിം കാർഡാണ്. അവരെ ഉപദ്രവിച്ചു, കയറി പിടിച്ചു, ഇതൊക്കെയാണ് അവർ പറയുക. പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്, നിലനിൽപ്പിനാണ്, കള്ളപ്പരാതിയാണ്, പെണ്ണുങ്ങൾ അവർക്കുള്ള നിയമവും കാര്യങ്ങളും പ്രിവിലേജും പല അവസരങ്ങളിലും മുതലെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടിട്ട് ആ സ്ത്രീനെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ അതിന്റെ മറുവശം എന്താണെന്ന് ഒരാൾ പോലും നോക്കാൻ വേണ്ടി പോയിട്ടില്ല. മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ടാണ് ഒത്തിരി പേര് ആ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ മുഴുവനായിട്ട് കാണാം. ചേച്ചി, ആൾക്ക് അവിടെ പൊക്കാം, അവിടെ പൊക്കിയാ വെള്ളം കയറിയില്ല. ഇത് ഈ മെറ്റൽ ഇവിടെ ഇട്ടിട്ട് പൊക്കേണ്ട കാര്യമുണ്ട്. ഇത് റോഡിന്റെ ഒപ്പത്തിന് വെച്ചേക്കണ. വീടിന്റെ മുൻവശം റോഡിലേക്ക് ഞാൻ ഒരു ഇഞ്ച് കയറിയിട്ടില്ല. എന്റെ വീടിന്റെ ഞാൻ റോഡിൽ കയറിയില്ല. ഞാനിത് പണ്ടേ നിങ്ങൾക്ക് ഞാൻ പണ്ടേ ഇവിടെ ഒരു സാധനം ഇടാറില്ലേ? അതിപ്പോ ഹൈറ്റ് കൂട്ടിയെന്നുള്ളൂ. ആ ഹൈറ്റ് കൂട്ടുമ്പോ അപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ എനിക്ക് അത് നമുക്കറിയില്ല. ചേച്ചി പറ, കാര്യം ചെയ്യട്ടെ. അതെന്താ ചെയ്യണ്ടേ പറ. വെള്ളം റോഡില് വെള്ളത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള പോക്ക് തടയാൻ പറ്റില്ല. ഇത് വെള്ളത്തിന്റെ പോക്കുന്നല്ല. നിങ്ങളോട് സംസാരിച്ചിട്ടില്ല, ഞാനിവിടെ മെമ്പറുടെ അടുത്ത് സംസാരിച്ചു. ഞാൻ തടഞ്ഞേക്കണത് ഇവരുടെ വീട്ടിലേക്ക് പോകാനുള്ള വെള്ളം തടഞ്ഞേക്കണേ ഇവര്. അപ്പൊ അല്ല, അത് അവിടെ തടയാം. ഇതിന്റെ മുകളിൽ ചെയ്യാൻ പാടില്ല. ഇതിന്റെ അല്ല, ഇവിടെ ഗ്യാപ്പ് വരണ്ടേ? അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് വരണമെന്നില്ല. ചേർത്ത് ചെയ്യാം. അപ്പൊ ഞാനിഞ്ഞി ഇവിടെ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും മോളും പൊക്കിക്കൊന്നേ. അല്ല, ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാൻ, ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ ഇനി. ഇല്ല, ശരിയല്ലേ? ശരിയായി. കാരണം അവനോന്റെ പ്രോപ്പർട്ടി അവനോന്റെ ഉത്തരവാദിത്വം. കാരണം ഈ വെള്ളം മുഴുവൻ കെട്ടി നിൽക്കുന്നത് ഇവിടെയാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ആ മതിലിനാണ് ദോഷം. ഇടിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടാൻ പോണില്ല. അവിടെ ഇടിഞ്ഞു കഴിഞ്ഞാൽ അവര് ക്ലീനാക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇത് മതിലിടിഞ്ഞാൽ ഒരു സാധനം ഞാൻ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അത് ഞങ്ങളെ പ്രശ്നമല്ല. ഞാൻ മേടിച്ച 3 കൊല്ലമല്ല. ഞാൻ ഒന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടും ഞാൻ അവിടെ. അത് പൊളി സൗകര്യമില്ല. സൗകര്യമില്ല, അത് പൊളിയും. അത് ഇനി അഥവാ പൊളിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഷീറ്റ് കെട്ടും. തന്റെ സൗകര്യം എന്താണ്, തന്റെ പ്രശ്നം എന്താന്ന് എനിക്കറിയാം. അതെനിക്കറിയാം, അതെന്റെ ഫോണിലുണ്ട്. എന്ത് പ്രശ്നം? നീ രാത്രികാലങ്ങളിൽ തോണ്ടാൻ വന്നപ്പോ ഞാനതിന് നിന്ന് തന്നില്ല. ഇതിനകത്ത് കിടപ്പുണ്ട് സണ്ണി, ഇതിനകത്ത് കിടപ്പുണ്ട് സണ്ണി. കംപ്ലീറ്റ് മെസ്സേജ് ഇവിടെ കിടപ്പുണ്ട്. നാട്ടുകാർ മുഴുവൻ അറിയണം. ഇഷ്ടമല്ല തോണ്ടാനും പിച്ചാനും വന്നിട്ട് ഞാൻ നിന്ന്. അതെ, ഇഷ്ടമല്ല. ഇതിനകത്ത് കയറി വന്ന് താൻ എന്നെ കൈവച്ചതാ. പിന്നെ ഞാനതിന് നിന്നേരാത്തോണ്ടല്ലേ. പല തവണ വന്ന് താൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. സൈക്കോഡ അതന്നെ. അപ്പൊ പുള്ളിക്കാരന്റെ സംസാരവും പെരുമാറ്റവും കണ്ണുരുട്ടലെല്ലാം കാണുന്ന സമയത്ത് ഒരു സൈക്കോത്തര എവിടെ ഒളിഞ്ഞു നിൽക്കുന്നില്ലേ? അത്രയും വൈകാരികമായിട്ട്. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഇല്ലാത്തത് പറയുമ്പോൾ ഏതൊരാളും ഇങ്ങനെയാണ് പ്രതികരിക്കും. രണ്ടാമത്, ഉള്ളത് പറയുന്ന സമയത്ത് അയ്യോ ഇത് നാട്ടുകാർ അറിഞ്ഞല്ലോ, ഇനി ഏതെങ്കിലും രീതിയിൽ ഇതിനെ അടിച്ചമർത്തണമല്ലോ എന്ന് കരുതുമ്പോൾ ചില ആൾക്കാരും, ചുരുക്കം ചില ആൾക്കാർ ഇതേ രീതിയിൽ ഇതേ ലൈനിലൊക്കെ ബിഹേവ് ചെയ്യും. ഇതിൽ ഇയാളുടെ ബിഹേവിയർ എന്താണ് എന്ന് നമുക്ക് വാർത്ത കാണേണ്ടി വന്നു മനസ്സിലാവാൻ. ഞാനും കരുതി ഇത് ചോദിച്ചു മേടിച്ചതാണല്ലോ എന്ന്. കാരണം കണ്ണിട്ട് ആ ഒരു വെള്ളം വരുന്ന സ്ഥലം തൂർക്കുന്ന ആ ഒരു ഭാഗം വരെ സംസാരിച്ചത് വളരെ ക്ലിയർ ആയിട്ടാണ്. കാര്യങ്ങൾ അതുവരെ ഓക്കെയാണ്. പക്ഷെ അതിനുശേഷം പെട്ടെന്ന് താൻ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് എനിക്കറിയാം, താൻ എന്നെ കയറി പിടിക്കാമെന്ന് ഞാൻ സമ്മതിച്ചില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സന്ദർഭമായിട്ട് മാച്ച് ചെയ്യാത്ത ഒരു സാധനം അവിടെ എടുത്തിട്ട സമയത്താണ് അയാൾ അങ്ങനെ ബിഹേവ് ചെയ്തത്. അത് കണ്ടപ്പോൾ ഞാനും കരുതിയായിരുന്നു ഇവർക്കിത് പറയേണ്ട കാര്യം എന്താണ്. അതുവരെ പറഞ്ഞത് ഓക്കെ, ഈ ഒരു സാധനം വെറുതെ അനാവശ്യമായിട്ട് അവിടെ എടുത്തിട്ടതുകൊണ്ടാണല്ലോ പ്രശ്നം ഇത്രയും വഷളായത്. എന്തുകൊണ്ട് അവർക്ക് ഇതിന് മുമ്പേ പഞ്ചായത്ത് അംഗങ്ങളായിട്ടോ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടോ മെമ്പറായിട്ടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മുഖാന്തരമോ ആദ്യം ഒരു പരാതി വഴി ഈ ഒരു പ്രശ്നം ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൂടാ എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഈ ഒരു സാധനം പോലീസ് സ്റ്റേഷനിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചോ ഇതാണ് ഇയാൾക്ക് എന്നോട് തോന്നാനുള്ള വിരോധം തോന്നാനുള്ള കാരണം എന്ന് തെളിവ് സഹിതം ആളുകളെ ബോധിപ്പിക്കാനും അവസരം ഉണ്ടായിരുന്നു. പക്ഷേ
ഇതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരി ആ ഒരു സാധനം അറിയാതെ അങ്ങ് പറഞ്ഞു പോയി. അറിയാതെ എന്നല്ല, ആ ഒരു സന്ദർഭമായിട്ട് അവർക്കറിയാവുന്ന സത്യം അവർ അങ്ങ് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് അയാൾ വല്ലാതെ പ്രകോപിതനായിട്ട് ഈ സ്ത്രീനെ ആക്രമിക്കായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇനി അവിടെ എന്താ നടന്നതെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി എന്താന്ന് പറഞ്ഞുതരാം, വെറുതെ ചുരുക്കുന്ന കാര്യം പറഞ്ഞുതരാം. അവിടെ അവരുടെ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന ആ വഴി വെള്ളം പോകുന്നത് കൊണ്ട് തന്നെ അങ്ങനെ മണ്ണിട്ട് പൊക്കും. നമുക്കറിയാം, വെള്ളം കയറാതിരിക്കാൻ വേണ്ടി മണ്ണിട്ട് പൊക്കും. അപ്പോൾ റോഡുമായിട്ട് ചേർന്ന് മണ്ണിട്ട് പൊക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ മണ്ണിട്ട് പൊക്കാത്തത് കൊണ്ട് വെള്ളം അവിടെ തങ്ങിക്കിടക്കും. അത് ആ മതിലിനെ ബാധിക്കും, മതിലൊക്കെ ഇടിഞ്ഞു വീഴും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് ആ സ്ത്രീയുടെ പ്രശ്നമായതുകൊണ്ടാണ് ആ സ്ത്രീ പഞ്ചായത്ത് മാന്യത കാണിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പഞ്ചായത്ത് മെമ്പറെ കൊണ്ടുവന്ന് അവർ മുഖാന്തരം അവരുടെ പ്രസൻസിലാണ് ഈ സ്ത്രീ അയാളുമായിട്ട് സംസാരിക്കുന്നത്. ആ സമയത്താണ് ഇയാൾ വിട്ടുകൊടുക്കാത്ത പല രീതികളും പല കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടിട്ട് ഇവർ പ്രകോപിതയായിട്ട് ഈ ഒരു സാധനം പറയുന്നത്. അവിടെ ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ടതോ കയ്യങ്കളിൽ എത്തേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. അവിടെ പഞ്ചായത്ത് മെമ്പർ വരുന്നു, ഇതിങ്ങനെ അയാളുടെ ഇതിലോട്ട് വെള്ളം പോകുന്നത് ഇങ്ങനെ മണ്ണിട്ട് നിവർത്തിയിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പറയുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി ഇയാൾ പെട്ടെന്ന് ഇങ്ങനൊരു സാധനം ചെയ്യാനുള്ള ചേതോ വികാരം തന്നോടുള്ള ഇന്ന വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് എന്നുള്ളത് ആ വീഡിയോയിൽ അവിടെ അത്രയും ആൾക്കാരുടെ മുമ്പ് പറയുന്നു. അത് കേട്ട് പ്രകോപിതനായിട്ട് ഇയാൾ ആ സ്ത്രീനെ ആക്രമിക്കുന്നു. കഴുത്തേലൊക്കെ ആ മൺവെട്ടി എന്താ മണ്ണ് നീക്കുന്ന ചൂലോ ഇരുമ്പ് ചൂലോ അത് വെച്ച് കുത്തിയിട്ട് ഇവിടെ എല്ലാം മുറിവും പാടും എല്ലാം ആ സ്ത്രീയുടെ ശരീരത്തിലുണ്ട്. ഈ ഉപദ്രവത്തിന് ഇരയായിട്ടുള്ള സ്ത്രീ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമായിട്ട് ആദ്യം കേൾക്കാം. ഞാൻ ആ വീഡിയോയിൽ കണ്ട പോലെ എല്ലാ ഇവിടുത്തെ കൗൺസിലറെയും കൂടെ വിളിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ ചെല്ലുന്നത് മുതലുള്ള ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അവർക്ക് നമ്മുടെ പക്ഷത്തും പിന്നെ ഈ സൈഡിലും മണ്ണിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊക്കാം, റോഡിൽ നമുക്ക് ആർക്കും മണ്ണ് ഇട്ട് പൊക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അയാൾ അവിടെ ഒരു ചെറിയ പോർഷൻ വിട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒഴുകിപ്പോകും, അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് തടയാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അയാൾ ഒരു മുൻവൈരാഗ്യ ബുദ്ധിയോട് കൂടി എന്നെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഒരു കുഴപ്പക്കാരനാണോ, ശല്യക്കാരനാണോ? അത് പുറത്തറിയുന്നുള്ള ഭയത്താലാണ് അയാൾ ശല്യക്കാരനാണെന്ന് ചോദിച്ചാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു, കേസ് ഉണ്ടായിരുന്നു. പുള്ളിയാണ് ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് ആരും സാക്ഷി പറയാൻ തയ്യാറായില്ല, ഇയാൾ മാത്രമാണ് സാക്ഷി പറയാൻ തയ്യാറായത്. അയാൾ ആ സാക്ഷി പറയാൻ തയ്യാറായതിൻ്റെ പിന്നിൽ എനിക്ക് മനസ്സിലായത് അയാൾക്ക് വേറെ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആ ഒരു രീതിയിലല്ലാതെ അയാൾ സഹായിക്കാൻ എന്നുള്ള വ്യാജാന ഇവിടെ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്, പതിയെ രാത്രി കാലങ്ങളിൽ വിളിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ എല്ലാ മെസ്സേജസും അയാൾ അയച്ച സമയം ഉൾപ്പെടേണ്ട 1 മണി 2 മണിക്കൊക്കെ അയാൾ വിളിക്കും, സംസാരിക്കും. ലൈറ്റ് ഇട്ടാൽ പോലും അയാൾ അവിടുന്ന് ചോദ്യം ചെയ്യും. ആ രീതിയിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ പതിയെ വീട്ടിലേക്ക് എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് എന്നുള്ള രീതിയിലൊക്കെ അയാൾ വരും, എന്തെങ്കിലും ചെടികളുടെ തയ്യോ ആ രീതിയിലൊക്കെ വരും. പിന്നെ അയാൾ അവിടെ ഇവിടെയൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അയാളെ വാൺ ചെയ്തു. പിന്നെ അയാൾ കുറച്ച് നാളത്തേക്ക് വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ അതുപോലെ ആവർത്തിച്ച് തുടങ്ങിയപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഈ രീതിയിൽ ഇനി എന്നെ വിളിക്കാനോ സംസാരിക്കാനോ താല്പര്യമില്ല. കടയുണ്ട്, കടയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രാവിലെ ഒന്ന് കടയിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പകൽ വെട്ടത്ത് വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മതി, അല്ലാതെ രാത്രി അല്ലെങ്കിൽ എന്നെ ദയവ് ചെയ്ത് വിളിക്കരുത്, എനിക്കത് ബുദ്ധിമുട്ടുണ്ടെന്ന് ശക്തമായി ഞാൻ അയാളെ താക്കീത് ചെയ്തതാണ്. ഇതിനൊക്കെ സാക്ഷികളുണ്ട്. ഇയാൾ ഇവിടെ വന്ന് ഒരു ദിവസം ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്ന കണ്ടപ്പോൾ ഇവിടെ പണിക്ക് വരുന്ന ഒരാളുണ്ട്, അദ്ദേഹം അത് നോട്ടീസ് ചെയ്തതാണ്. അയാൾ എന്നോട് ചോദിക്കുകയും ചെയ്ത് അയാൾ വരുന്നതും അയാൾ ഇടപെട്ടതും അയാൾ പെരുമാറ്റവും ശരിയില്ലെന്ന് പറഞ്ഞതും ഇവിടെ വരുന്ന എന്നെ സഹായിക്കാൻ വരുന്ന പലരുടെ അടുത്ത് ഞാനിത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇയാളുടെ ഈ പെരുമാറ്റം. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ലാതെയാണ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഒത്തിരി പേര് ആ സ്ത്രീനെ നെഗറ്റീവ് പറഞ്ഞു. പെണ്ണുപിള്ള ചോദിച്ചു വാങ്ങിച്ചതാണ്, അമ്മായി ചോദിച്ചു വാങ്ങിയതാണ്, അമ്മായിക്ക് അത് തന്നെ വേണം, കിട്ടേണ്ടത് കിട്ടി, അയാൾ കൊടുത്തത് നന്നായി എന്നൊക്കെ പറഞ്ഞ ആ സ്ത്രീനെ ഒത്തിരി പേര് ഇങ്ങനെ പറയുന്നത് കണ്ടു. അയാളുടെ മുൻവശത്ത് അയാൾ അവിടെ മണ്ണിട്ട് നികത്തിയത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ്, അതും സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ആ സ്ത്രീ ഇതിങ്ങനെ പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം തന്നോടുള്ള വ്യക്തിവൈരാഗ്യമാണ്, ഇതാണ് ആ വ്യക്തിവൈരാഗ്യങ്ങൾ കാരണം എന്നുള്ള കാരണം വെളിപ്പെടുത്തുന്ന സമയത്ത് അയാൾ അങ്ങനെ പ്രകോപിതനായി പെരുമാറിയതിന് അയാൾക്കെതിരെയാണ് വധശ്രമത്തിന് കേസ് എടുക്കേണ്ടത്. അല്ലാത്ത പക്ഷെ അയാളുടെ വീടിന് മുമ്പിൽ ചെയ്തത് പഞ്ചായത്ത് മെമ്പർ വരുന്നു, അവർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു, ആ സ്ത്രീയും അത് അഗ്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരങ്ങനെ ചെയ്തതിൽ പ്രശ്നമില്ലല്ലോ, എന്നാൽ ശരി എന്ന് അവരും പറയുന്നുണ്ട്. പക്ഷെ അവരുടെ വായിൽ നിന്ന് വീണുപോയ ഈ പണ്ടത്തെ സാധനങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ എടുത്തിട്ടത് അവർക്ക് വിനയായി എന്ന് പറയാം. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ അവർ ഒരാളുടെ അയൽവക്കക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇത്രയൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഇവരെന്തുകൊണ്ട് മുൻപേ പോലീസ് സ്റ്റേഷനിലോ അനുബന്ധ സ്ഥാപനങ്ങളിലോ പോയിട്ട് പരാതി കൊടുത്തില്ല? ഇതൊക്കെ കൊടുക്കാനാണ് ആൾക്കാർ. അപ്പം നേരത്തെ നിങ്ങൾക്ക് അയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഹരാസ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ മുൻപേ പരാതി കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആവുമായിരുന്നു. ഇതല്ലാതെ അവർ പറയുന്നുണ്ട് അവരുടെ ഫോണിൽ വേണ്ട തെളിവുകളുണ്ട്, അയാൾ വിളിക്കുന്ന സമയം, അയാൾ അയച്ച മെസ്സേജസ്, അയാളുടെ ടെക്സ്റ്റ്. അപ്പോൾ യാതൊരുവിധ തെളിവുമില്ലാത്ത ഒരാൾക്കെതിരെ ഇത്രയും വലിയൊരു അലിഗേഷൻ പറയുമ്പോൾ അത് ആ സ്ത്രീക്ക് തന്നെയാണ് പ്രശ്നം എന്നുള്ള ബോധം ആ സ്ത്രീക്ക് ഉണ്ടാവും. എന്തോ ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്, അത്യാവശ്യത്തിന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും അയാളുടെ പെരുമാറ്റം വളരെയധികം ബോറായിട്ടുണ്ട്. ഇത്രയും നിസ്സാരമായ ഒരു സാധനം അത്രയും ആൾക്കാരുടെ പ്രസൻസിൽ വെച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് തെളിയിക്കുകയോ അല്ലെങ്കിൽ തനിക്കെതിരെ തെറ്റായ കാര്യങ്ങളാണ് സ്ത്രീ വിളിച്ചു പറയുന്നതെന്ന രീതിയിലോ നിയമപരമായി മുമ്പോട്ട് പോകാമായിരുന്നു. പക്ഷെ അതല്ലാതെ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത് വളരെ മോശമായിപ്പോയി. അതെങ്ങാനും ആഴത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീ ഇന്ന് മരിച്ചു പോയേനെ.
മരണശേഷം ആൾക്കാർ ഇങ്ങനെ അവരെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ട് ഈ സ്ത്രീയുടെ ഫോണും കാര്യങ്ങളും പരിശോധിക്കുന്ന സമയത്ത് ഇയാളൊരു കുഴപ്പക്കാരനായിരുന്നു, ആ സ്ത്രീക്ക് ഇയാളൊരു ഭീഷണി ആദ്യമേ ആയിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം തിരുത്തി മാറ്റി മറിച്ച് പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള ഉപകാരം അവിടെ ഉണ്ടാകുന്നില്ല. ഒരു കാര്യത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതെ നമ്മളൊരു വശം പറയുന്നത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ വീഡിയോയും ഈ വാർത്തയും കണ്ട ആൾക്കാർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നിസ്സാരമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയായിട്ട് ഒരാളുടെ ജീവൻ എടുത്ത ആളുടെ ജീവിതം പോവും, അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ ജീവിതവും കപ്പൽ കയറുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.